ഞാൻ മറ്റുള്ളവരോട് പാടിക്കൊണ്ട് നടക്കും അത്രേ. ഇങ്ങേരാണോ അതൊക്കെ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമാണോ ഇതൊക്കെ? അതും എൻ്റെ കാര്യം മസിലും പെരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ അങ്ങർക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല എന്ന് തോന്നുന്നു. നടക്കിനിടയിൽ മീനുട്ടി കിരണിനെ കുറിച്ച് എന്തൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ട് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഏത് ലോകത്തിലെന്ന പോലെ രുദ്രൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ലച്ചുവിനെ അവൾ കാണുന്നത്. ദച്ചു! അവൾ പെട്ടെന്ന് ഓടി ദച്ചുവിൻ്റെ അരികിലേക്ക് ചെന്നു. ദച്ചു! മീനുവിൻ്റെ വിളി കേട്ടതും ദച്ചു തിരിഞ്ഞു നോക്കി. എന്താ മീനു? അവളുടെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. പറയാം. രുദ്രൻ സാർ എവിടെ? രുദ്രേട്ടൻ ദേവേട്ടൻ്റെ അടുത്തേക്ക് പോയിരിക്കുക. എന്തേ? അവളുടെ ചോദ്യം കേട്ടതും ദച്ചു മറുപടി പറഞ്ഞു. ആണോ? എങ്കിൽ നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൾ ദച്ചുവിനെയും കൂട്ടി കോമൺ ബാൽക്കണിയിലേക്ക് പോയി. എന്താ മീനു, എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ നീ കാര്യം പറയേ. ബാൽക്കണിയിലെത്തിയതും അവളെ അരികിലായി പിടിച്ചു നിർത്തി അടിപിടി നോക്കി അവളെ കണ്ട് ദച്ചു നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ ഫ്രഞ്ച് അടിച്ചായിരുന്നോ? എന്താ? അവൾ പറഞ്ഞതും ദച്ചുവിന് മനസ്സിലായില്ല. നിനക്ക് രുദ്രൻ സാർ ഫ്രഞ്ച് കിസ് തന്നായിരുന്നോന്ന് മാറിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് അവൾ ഗൗരവത്തോടെ ചോദിച്ചതും ദച്ചു ഒന്ന് പരങ്ങി. നീ നീ ഇത് എന്തൊക്കെയാ മീനു പറയുന്നത്? അവൾ മീനുവിനെ നോക്കി പതർച്ചയോടെ ചോദിച്ചു. അയ്യടാ പൊന്നുമോൾ, കൂടുതൽ ഉരുളല്ലേ. കാമുകനും കാമുകയും കൂടി അവിടെ ചുംബന സമരം നടത്തിയപ്പോൾ അറ്റ്ലീസ്റ്റ് ആ വാതിലെങ്കിലും മറച്ചിടേണ്ടതായിരുന്നു. അല്ലെങ്കിൽ വഴിയെ പോകുന്നവരൊക്കെ സീൻ പിടിച്ചു വന്നിരിക്കും. പുച്ഛത്തോടെ അവൾ പറഞ്ഞു കേട്ട് ദച്ചു അവളെ കണ്ണും മെഷി നോക്കിക്കൊണ്ട് നിന്നു. ആ ആര് കണ്ടുവെന്നാ? അവൾ മീനുവിനെ നോക്കി വിക്കലോടെ ചോദിച്ചു. വേറെ ആര്, ഈ ഞാൻ തന്നെ. പിന്നെ കിരൺ ചേട്ടനും. കിരൺ ചേട്ടനോ? അയ്യേ. അവൾ പറഞ്ഞു കേട്ട് ദച്ചു അവളെ ദയനീയമായി ഒന്ന് നോക്കി. ആ പുള്ളി കണ്ടെന്നൊന്നും എനിക്കത്ര ഉറപ്പില്ല. പിന്നെ എന്നോട് പറഞ്ഞത് വെച്ച് കണ്ടിട്ടുണ്ടാവാനാണ് സാധ്യത കൂടുതൽ. നിന്നോടെന്ത് പറഞ്ഞു? അവൾ പറഞ്ഞു കേട്ട് ദച്ചു സംശയത്തോടെ ചോദിച്ചു. ആ നിമിഷം അതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും കൊച്ചു വള്ളി പുള്ളി തെറ്റാതെ അവളെ അറിയിച്ചു. ഈശ്വര, മാനം പോയല്ലോ. നിന്നോട് ആരടി കഴുതി അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? ദച്ചു അവളെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ചു. അതിന് ഞാൻ അറിഞ്ഞോ രണ്ടും കൂടി അവിടെ ചുമന സമരം നടത്തുകയാണെന്ന്? അവൾ പറഞ്ഞു കേട്ട് ദച്ചു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഓ, ഇനി എന്നെ നോക്കി പേടിപ്പിച്ചോ. കഷ്ടകാലത്തിന് ഞാൻ വന്ന് കണ്ടും പോയി, എൻ്റെ ഉള്ള ബോധം കൂടി പോയി. അവൾ പറഞ്ഞു കേട്ട് ദച്ചു ജാളിതയുടെ മുഖം കുനിച്ചു. അല്ലടി ദച്ചു, ഇത് നിന്റെ ആദ്യത്തെ അനുഭവമാണോ, അതോ ഇതിനു മുൻപും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്നുള്ള അവൾ ആ ചോദ്യത്തിൽ ദച്ചു ഒന്ന് പരങ്ങി. ഓ, അപ്പോൾ ഇത് സ്ഥിരമാണ് അല്ലേ? അവളെന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് മീനു പറഞ്ഞതും ദച്ചു നീളിച്ച് കാണിച്ചു കൊടുത്തു. എന്തായാലും കൊള്ളാം. അതും പറഞ്ഞിട്ട് അവളൊന്ന് നെടുവീർപ്പെട്ടു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ ദച്ചുവിന് അടിമുടി നോക്കി. അല്ല, നിങ്ങൾ തമ്മിൽ കിസ്സല്ലാതെ വേറെ വല്ലതും നടന്നിട്ടുണ്ടോ? വേറെന്ത്? അവൾ ചോദിച്ചു കേട്ട് ദച്ചു നെറ്റിച്ചു വിളിച്ചു. അല്ല, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കിടക്കുകയോ മറ്റോ? അവൾ ചോദിച്ചു കേട്ട് ദച്ചു മുഖം കുനിച്ചു. അപ്പോൾ കിടപ്പ് ഒന്നിച്ചായിരുന്നോ? അത് പിന്നെ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ദിവസം മുതൽ ഞാൻ രുദ്രേൻ്റെ കൂടെ കിടന്നിരുന്നത്. അവളുടെ ചോദ്യം കേട്ടതും ദച്ചു മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു. വേസ്റ്റ്. എന്നിട്ട് അവിടെ ആർക്കും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ? അവർക്ക് എന്ത് പ്രശ്നം? അവൾ പറഞ്ഞു കേട്ട് ദച്ചു പുരുകൻ ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, അങ്ങനെ വിവാഹത്തിന് മുൻപ് ഒന്നിച്ച് കിടക്കുന്നതൊക്കെ തെറ്റല്ലേ? ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവർ ആയതുകൊണ്ട് അവർക്കതിൽ പ്രശ്നമൊന്നും തോന്നിക്കാണില്ല. എന്തായാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ നോക്കിയാൽ മതി. എന്ത് പ്രശ്നം? അവൾ പറഞ്ഞു കേട്ട് ദച്ചു സംശയത്തോടെ ചോദിച്ചു. ഗർഭം. ആ വിവാഹത്തിന് മുൻപ് ഗർഭം എങ്ങാനും ഉണ്ടായാൽ പ്രശ്നമാകില്ലേ? അവൾ പറഞ്ഞത് കേട്ട് ദച്ചു ഒന്ന് ഞെട്ടി. നീ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആർക്ക് ഗർഭം ഉണ്ടാകുന്ന കാര്യമാണ് നീ പറയുന്നത്? വേറെ ആർക്ക്? നിനക്ക് തന്നെ. നല്ല അടാറ് ഫ്രഞ്ച് വിപ്ലവമൊക്കെ നടത്തിയിട്ട് നിൽക്കുകയല്ലേ. പോരാത്തതിന് ഒന്നിച്ചായിരുന്നു കിടപ്പും. അപ്പോൾ ഉടനെ തന്നെ വയറ്റിലൊരു കുഞ്ഞു വാവയും പ്രതീക്ഷിക്കാലോ. അത് വിവാഹത്തിന് മുൻപേ ആയാൽ എല്ലാവർക്കും നാണക്കേടാകില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വലിയ കാര്യം പോലെ മീനു പറയുന്നത് കേട്ട് ദച്ചുവിൻ്റെ കൈ അവളുടെ വയറിൽ അമർന്നു. അതിന് ചുണ്ടിൽ ഉമ്മ വെച്ചാലോ ഒന്നിച്ച് കിടന്നാലോ ഒക്കെ കുഞ്ഞുവാവ ഉണ്ടാകുമോ? അവൾ പറഞ്ഞു കേട്ട് ദച്ചു പേടിയോടെയും സംശയത്തോടെയും ചോദിച്ചു. പിന്നെ എത്ര സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്നോ, നായകനും നായികയും ഫ്രഞ്ച് കിസ് നടത്തുന്നു, ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, അടുത്ത ദിവസം അവർക്ക് കുഞ്ഞാകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണുന്ന എന്തിനാ? നീ കല്യാണം കഴിഞ്ഞവരെ കണ്ടിട്ടില്ലേ? അവർ ഒന്നിച്ച് കിടന്നിട്ടല്ലേ കുഞ്ഞുങ്ങളുണ്ടായത്? അവൾ പറഞ്ഞു കേട്ട് ദച്ചു അന്ന് പെട്ടുകൊണ്ട് അവളെ നോക്കി. അപ്പം നീ പറഞ്ഞു വരുന്നത് എൻ്റെ വയറ്റിലും ഉടനെ കുഞ്ഞുവാവ ഉണ്ടാകുമെന്നാണോ? നിങ്ങൾ ഒന്നിച്ചല്ലേ കിടന്നത്, അപ്പം അതിനുള്ള സാധ്യതയുണ്ട്. മീനു പറഞ്ഞു കേട്ട് ദച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പേരുടെ അവിടെ നിന്നും പുറത്തേക്ക് ഓടി. ദച്ചു! അവൾ കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ട് മീനു അവളുടെ പിന്നാലെ പാഞ്ഞു. അപ്പോൾ ഇനി എന്താ നിങ്ങളെ പ്ലാൻ? മുട്ടയാടുകളെ തമ്മിൽ തല്ലി ചോര കുടിക്കുന്ന ആ കുറുക്കനുള്ള പണി കൊടുക്കാൻ ഇനിയും കാത്തിരിക്കണോ? ഗാർഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെയറുകളിൽ ഒന്നിലിരിക്കുകയായിരുന്ന
ദർശ് മുന്നിലിരിക്കുന്ന രുദ്രനോടും ദേവിനോടുമായി ചോദിച്ചു. ദർശും ദക്ഷും കൂടെ രുദ്രൻ്റെ മനസ്സിൽ എത്തിയിട്ടും അരമണിക്കൂറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വന്ന ഉടനെ അവർ ഹോസ്പിറ്റലിൽ നടന്ന സംഭാഷണങ്ങളെല്ലാം അവരെ അറിയിച്ചു. ഇല്ല ദർശ്, ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പം മുത്തശ്ശൻ കുഞ്ഞോളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അവർ ശ്രമിക്കുന്നത് എന്നിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ അകറ്റാനായിരിക്കും. അവൾ കൂടെയുണ്ടെങ്കിൽ അതെൻ്റെ ജീവന് ആപത്തായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ അന്നും അവർ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റിയത്. ദേവ് അവരെ നോക്കി അമർഷത്തോടെ പറഞ്ഞു. അത് നീ പറഞ്ഞത് നേരാണ് ദേവ്. അതുകൊണ്ടാണല്ലോ ഇന്ന് രാവിലെ മുത്തച്ഛൻ കൈലാസത്തിലേക്ക് വന്ന് അത്രയുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് സത്യങ്ങൾ അവർ അറിയണം. ദേവ് പറഞ്ഞതും കേട്ട് ദേശ് തൻ്റെ അഭിപ്രായം പറഞ്ഞു. നീ എന്താ രുദ്ര ഒന്നും മിണ്ടാത്തത്? നിന്റെ അഭിപ്രായം എന്താ? അവർ പറയുന്നതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ചെയറിൻ്റെ ഹെഡ് റെസ്റ്റിലായി കണ്ണുകൾ അടച്ച് ചാരിക്കിടക്കുകയായിരുന്ന രുദ്രനോടായി ദേവ് ചോദിച്ചു. അതിനു മറുപടി അവൻ കണ്ണുകൾ തുറന്ന് അവരെ നിന്ന് നോക്കി. കണ്ണുകൾ ചുവന്ന വരകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വല്ലാത്തൊരു വന്യമായ ഭാവം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു. രുദ്ര. അവൻ്റെ ഭാവമാറ്റം കടന്ന 3 പേരും നടുക്കത്തോടെ അവനെ വിളിച്ചു. വിഷ്ണുദത്തൻ. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ ആ പേര് ഉരുവിട്ടത് 3 പേരും അവനെ തന്നെ നോക്കിയിരുന്നു പോയി. ഇത്രയും കാലം എൻ്റെ പെണ്ണെ ദ്രോഹിച്ചുള്ള ശിക്ഷ അവന് ഈ രുദ്രൻ്റെ കൈകൾ കൊണ്ട് തന്നെ കിട്ടും. എന്നാൽ അതിനു മുന്നേ തെളിയിക്കാൻ മറ്റൊന്നുണ്ട്. ഗൗരവത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടത് 3 പേരും സംശയത്തോടെ അവനെ നോക്കി. ജനിച്ച നാൾ മുതൽ എൻ്റെ പെണ്ണിൻ്റെ മേൽ വീണ കളങ്കം എനിക്ക് തുടച്ചു മാറ്റണം. ചെമ്പകശ്ശേരിയിലെ നാശത്തിന് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടിയാണ് അവൾ പിറന്നെന്ന് എനിക്ക് തെളിയിക്കണം. ഇത്രയും നാൾ എൻ്റെ പെണ്ണ് തള്ളി പറഞ്ഞവർ തന്നെ അവൾക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കുന്നത് എനിക്ക് കാണണം. പകയോടെയുള്ള അവൻ്റെ വാക്കുകൾ 3 പേരും ഒന്ന് നടുങ്ങി. കാരണം അവൻ പറയുന്നത് പോലെ നടന്നു കഴിയുമ്പോൾ തകർന്നു വീഴുന്നത് ചെമ്പകശ്ശേരിയുടെ അടിത്തറയാണ്. രുദ്ര. ഏട്ടാ. ദേവ് അവനെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയതും കരഞ്ഞുകൊണ്ടുള്ള ദച്ചുവിനെ വിളി കേട്ട് 4 പേരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. കുഞ്ഞോളെ. അവർ ചേറിലും ചാടി എഴുന്നേൽക്കുമ്പോഴേക്കും ദച്ചു ഓടി വന്ന് ദേവിനെ നെഞ്ചിലേക്ക് വീണിരുന്നു. ദച്ചുവിൻ്റെ പ്രവൃത്തിയിൽ 4 പേരും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. രുത്തിൻ്റെ കണ്ണുകൾ കുറുകുന്നതോടൊപ്പം അവിടെ മറ്റെന്തൊക്കെ ഭാവങ്ങൾ നിറയാൻ തുടങ്ങി. കുഞ്ഞി. എന്താ മോളെ? വാവേ. ഏട്ടനെ നോക്ക്. ആദ്യത്തെ പകുപ്പ് മാറിയതും തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് ഏങ്ങിക്കരയുന്ന കുഞ്ഞിപ്പിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവൻ വെപ്രാളത്തോടെ ചോദിച്ചു. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വിഷമിക്കാനും മാത്രം അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആ 3 സഹോദരങ്ങളും അവളുടെ പ്രിയപ്പെട്ടവനും പകച്ചു പോയിരുന്നു. ആദ്യമായിട്ടാണ് രുദ്രന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത്. അവൻ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് നെറ്റിയൊന്ന് ഒഴിഞ്ഞു. മോളെ. വാവേ. ഏട്ടനോട് പറയേ എന്തിനെൻ്റെ കുഞ്ഞു കരയുന്നത്? തൻ്റെ നെഞ്ചിൽ അമർന്നിരുന്ന അവളുടെ മുഖം ഇരു കൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ വിതുമ്പലോടെ അവനെ നോക്കി. എൻ്റെ വയറ്റിൽ കുഞ്ഞാവയുണ്ട് ഏട്ടാ. വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു കേട്ടും ഒരു നിമിഷം രുദ്രനടക്കം ദേവിൻ്റെയും ദർശിനെയും ദക്ഷിൻ്റെയും കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എന്ത്? മോൾ എന്താ പറഞ്ഞത്? അവളുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം ഞെട്ടിന്ന ദേവ് അടുത്ത നിമിഷം രുദ്രൻ എന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവളോടായി ചോദിച്ചു. സത്യമായിട്ടാ, എൻ്റെ വയറ്റിൽ ഉടനെ കുഞ്ഞുവാവ വരും. രുദ്രേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, ഞങ്ങൾ ഒന്നിച്ച് കിടന്നു. മീനുവിൻ്റെ വാക്കുകൾ ഭയന്നു പോയ ദച്ചു എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. എന്നാൽ അവൾ പറഞ്ഞൊക്കെ കേട്ട് രുദ്രൻ കണ്ണുകൾ മുറുക്കി അടച്ചു പോയി. ദേവ് അവനെ കൂർപ്പിച്ചു നോക്കി. ദർശം ദക്ഷം പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു നിന്നു. എന്താടാ മോൾ എന്തൊക്കെയായി പറയുന്നത്? ഇങ്ങനെയൊക്കെ മോളോട് ആരാ പറഞ്ഞു തന്നത്? അവളുടെ നോട്ടം കണ്ടതും അവൻ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു. മീനു. അടുത്ത നിമിഷം അവളുടെ വാക്കുകൾ കേട്ട് അവളുടെ പിന്നാലെ ഓടി വന്ന മീനുവും രുദ്രൻ്റെ അരികിലായി നിന്ന് കിരണം ഒന്ന് ഞെട്ടി. എല്ലാവരുടെയും രൂക്ഷമായ നോട്ടം തൻ്റെ നേർക്ക് വരുന്ന കണ്ടതും മീനു അവരെ നോക്കി ഒന്ന് വിളറി ചിരിച്ചു. അത് പിന്നെ ഞാൻ അറിയാതെ അവരോട് എന്തു പറയണമെന്നറിയാതെ മീനു നിന്ന് താളം ചവിട്ടി. അതേ നിമിഷം തന്നെ രുദ്രൻ്റെ കൈകൾ അവൾക്ക് നേരെ ഒന്ന് ഉയർന്നു താണു. ഒരു നിമിഷം കവളിൽ പതിഞ്ഞ ശക്തമായ അടിയിൽ അവൾ വേദന കൊണ്ട് പൊളഞ്ഞുപോയി. പെട്ടെന്നുള്ള രുദ്രൻ്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയരുത്. മുരണ്ടുകൊണ്ട് അവൻ അവളെ താക്കീത് ചെയ്തതും അവൾ പേടിയോടെ തലയാട്ടി. അവൻ്റെ കണ്ണുകൾ ദച്ചുവിനെ നേർക്ക് നീണ്ടതും അവൾ പകപ്പോടെ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ ദേഷ്യത്തോടെ അവൾ അരികിലേക്ക് പാഞ്ഞു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗം മനുഷ്യന് നേർക്ക് നടന്നു. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ പേടിയോടെ അവൻ്റെ പിന്നാലെ നടന്നെന്ന് പറയാൻ പറ്റില്ല, ഓടിയെന്ന് വേണം പറയാൻ. അവൻ്റെ കൂടെ എത്തണമെങ്കിൽ അവൾ ഓടിത്തന്നെ പോകണമായിരുന്നു. അവർ പോന്നു നോക്കിയെന്ന് ദേവിൻ്റെ കണ്ണുകൾ മീനുവിന് നേർക്ക് നീണ്ടതും അവളൊന്ന് പരങ്ങി. അയ്യോ സാർ, ഇനി എന്നെ തല്ലല്ലേ, എനിക്കൊരബദ്ധം പറ്റിയതാണ്. കവളിലും കൈകളിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ട് ദേവ് അവളെ നിന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവിടുന്ന് പോയി. ഹോ, രക്ഷപ്പെട്ടു. ദേവ് പോകുന്ന കണ്ട് അവൾ സമാധാനത്തോടെ ഒന്ന് നെടുവീർപ്പെട്ടതും ദർശം ദക്ഷം കൂടി അവളെ മുന്നിലേക്ക് വന്ന് നിന്നു. അവരെ കണ്ടതും അവളൊന്ന് പരങ്ങിക്കൊണ്ട് നിന്നു. എന്നാലും എൻ്റെ കൊച്ചേ, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവളെ നിൽപ്പും ഭാവമൊക്കെ കണ്ടതും പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് ദർശ ചോദിച്ചു.
ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇടിച്ചുകൊണ്ട് അവൾ പറഞ്ഞിട്ട് അവന് തലയാട്ടി. ശേഷം ദേവിൻ്റെ പിന്നാലെ തന്നെ അവനും അകത്തേക്ക് നടന്നു. ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കുഞ്ഞിനോട് ചെന്ന് പറയാൻ നിൽക്കണ്ട, ജന്മത്ത് പറയില്ല. കവളിൽ കൈയും തേച്ചുകൊണ്ട് അവൾ പറയുന്ന കേട്ട് ദശ ഒരു ചീരിയോടെ അകത്തേക്ക് കയറിപ്പോയി. ഹോ, എന്നാലും എന്തൊരടി അങ്ങനെ അടിച്ചത്. ഇനി കാരണം പല്ലൊരെണ്ണം പോയെന്നാ തോന്നുന്നത്. കവളിൽ കൈ വെച്ച് ആത്മഗതം പറഞ്ഞിട്ട് കൊച്ചു മുന്നോട്ട് നോക്കിയതും കൊല്ലാൻ പാകത്തിലുള്ള ദേഷ്യവുമായി തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ട് അവളൊന്ന് പതറി. ഭഗവാനെ, ഇങ്ങേരി ഇവിടെ ഉണ്ടായിരുന്നോ? ചുണ്ടിൻ്റെ അടിയിലിട്ട് പിറുപിറുക്കിനിടയിൽ അവൾ അവനെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു. കിരൺ ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. പിന്നെ എന്തൊക്കെയുണ്ട് കിരൺ ചേട്ടാ, സുഖമല്ലേ? ഇളിച്ചുകൊണ്ടുള്ള അവളുടെ സംസാരം കേട്ടതും അവൻ അവളെ നോക്കി പല്ല് ഞെരിച്ചു. എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. അവൻ്റെ മുഖഭാവം കണ്ടതും ഇനിയും അവൻ്റെ അരികിൽ നിൽക്കുന്നത് തൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന ചിന്തയിൽ അവൾ പതി അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നിൽക്കടി അവിടെ. അവൾ മുങ്ങാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായതും കിരൺ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. നിന്നോട് ഞാൻ മലയാളത്തിലല്ലടി പറഞ്ഞത് അവിടെ കണ്ട കാര്യം ആരോടും പറയരുതെന്ന്. എന്നിട്ട് നീ എന്തിനാടി മേഡത്തിനോട് ചെന്ന് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചത്? അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചതും അവളൊന്ന് പരുങ്ങി. അത് പിന്നെ അവർ തമ്മിൽ കിസ് ചെയ്തുകൊണ്ട് പിന്നെ ഒരുമിച്ചൊക്കെയല്ലേ കിടന്നത്. അപ്പം പിന്നെ ഇനി അവൾക്ക് ഗർഭം ഉണ്ടായാലോ എന്ന് കരുതി. അവൾ പരുങ്ങിലോടെ പറയുന്ന കേട്ട് അവൻ അവളെ നോക്കി പല്ല് ഞെരിച്ചു. അവളുടെ അമ്മൂമ്മയുടെ ഒരു ഗർഭം ആ പറഞ്ഞതിന് സാറിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയപ്പോൾ സമാധാനമായല്ലോ. രുത്തിൻ്റെ കൈവിരലുകൾ പതിഞ്ഞു കിടക്കുന്ന അവളുടെ വെളുത്ത കവിളിലേക്ക് നോക്കിക്കണ്ട് അവൻ പറഞ്ഞത് കേട്ടതും അവൾ ചുണ്ടു ചുളുക്കി. എന്താടി? അവളുടെ ഭാവം കണ്ടതും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. വേദനിക്കുന്നു, കണക്കായിപ്പോയി. അവൻ അവളെ നോക്കി പുച്ഛിച്ചതും അവളുടെ മുഖം പിന്നെയും വീർത്തു. നിങ്ങളെന്തൊരു മനുഷ്യനാടോ? ഒരു പാവം വെച്ച് ആ ചെകുത്തൻ്റെ അടിയും കൊണ്ട് കവളം വേദനിച്ചു വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയാണോ പറയുന്നത്? അറ്റ്ലീസ്റ്റ് സാരമില്ലെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഡീ? ചുണ്ടുകോട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു തീരും മുന്നേ അവൻ ദേഷ്യത്തോടെ അവളെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവളെ മുന്നോട്ട് വലിച്ചു. ഒരു നിമിഷം അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ അന്തം വിട്ടുകൊണ്ട് അവനെ നോക്കി നിന്നു. എന്താടി പറഞ്ഞത്? മുരണ്ടുകൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ ഭയത്തോടെ അവനെ നോക്കി. അപ്പോഴാണ് അവൻ്റെ ഭാവമാറ്റം അവൾ ശ്രദ്ധിക്കുന്നത്. വല്ലാത്ത ദേഷ്യത്തോടെയാണ് അവൻ അവളെ നോക്കുന്നത്. തൻ്റെ യജമാനെക്കുറിച്ച് അവൾ മോശമായി സംസാരിച്ചുള്ള വിദ്വേഷം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. മറ്റെന്തും അവൻ സഹിക്കും, പക്ഷെ തൻ്റെ ഉടയനെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുന്നത് അവൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രുത്തിനെ മോശം വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്ത മീനുവിനോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അത് ഞാൻ. അവൻ്റെ ആ ഭാവമാറ്റം കണ്ടതും അവൾ പേരുടെ അവനെ നോക്കി നിന്നു. കിരണിൻ്റെ ഭാവമാറ്റം കണ്ടതും മീനു ഒരു നിമിഷം പകച്ചുപോയി. സംസാരിച്ചിരുന്ന ആ ഫ്ലോയിൽ അവൾ അങ്ങ് പറഞ്ഞു പോയതാണ്. അതവനെ ഇത്രയും കൂപിതനാക്കുമെന്ന് അവൾ കരുതിയില്ല. അല്ലെങ്കിലും കിരണിന് ഋത്തിനോടുള്ള വിധേയത്വം ഇതിനോടകം തന്നെ അവൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവൾ ഭയത്തോടെ അവനെ നോക്കി നിന്നു. എന്താണ് നീ പറഞ്ഞത്? അവൻ്റെ രൂക്ഷമായ സ്വരം കാതിൽ പതിച്ചതും അവൾ ദയനീയമായി അവനെ നോക്കി. അത് പിന്നെ ഞാൻ. അവൾ എന്തു പറയണമെന്നറിയാതെ വിക്കി. ഇനി ഇതുപോലെ സാറിനെക്കുറിച്ച് മോശമായുള്ള ഒരു വാക്കെങ്കിലും നിന്റെ നാവിൽ നിന്ന് വീണൽ ഇല്ല. അവരെ നോക്കി പറയാൻ അനുവദിക്കാതെ തന്നെ അവൾ അതിനുള്ള മറുപടി പറഞ്ഞു. അത്രത്തോളം അവൾ അവൻ്റെ ആ ഭാവത്തെ ഭയന്നു പോയിരുന്നു. അപ്പോഴേക്കും അവളെ ഒന്നുകൂടെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. ഓ, രക്ഷപ്പെട്ടു. ഇനി ഈ കാലിൻ്റെ കയ്യിൽ നിന്നും കൂടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നെ ഇന്നത്തോടെ തന്നെ എടുത്ത് കുഴിയിലേക്ക് വെക്കായിരുന്നു. ആ മീനു, നിനക്ക് ഭാഗ്യമുണ്ട്. അവൻ പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് അവൾ ആശ്വാസത്തോടെ പിറുപിറുത്തതും മുന്നോട്ട് നടക്കുകയായിരുന്ന കിരൺ അവിടെ നിന്ന് നിന്നു. അത് കണ്ടതും മീനൊന്നും ഞെട്ടി. എൻ്റെ ഈശ്വര, ഞാൻ പറഞ്ഞതെങ്ങനെ ഇങ്ങനെ കേട്ട് കാണുമോ? തിരിഞ്ഞവളുടെ അരികിലേക്ക് തന്നെ നടന്നു വരുന്നവനെ കണ്ടതും അവൾ ഉമ്മിനിറക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. എന്താ സാർ? അവൻ മുന്നിൽ വന്ന് നിന്നതും അവൾ പതർച്ചയോടെ ചോദിക്കുന്ന കേട്ട് അവൻ്റെ കണ്ണുകളൊന്നും കോർത്തു. അല്പം മുന്നേ ചേട്ടാന്ന് വിളിച്ചവൾ വീണ്ടും സാറിന് കയറി വിളിക്കുന്ന കേട്ടതുകൊണ്ടാണ് അവൻ്റെ മുഖം മാറിയത്. എങ്കിലും അവനത് കൂടുതൽ പ്രകടിപ്പിക്കാതെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഏയ് സാർ, എന്തീ കാണിക്കുന്നത്? പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അന്തം വിട്ട് നിന്നവൾ ഒട്ടൊരു പകപ്പോടെ അവനോട് ചോദിച്ചു. മിണ്ടാതിരിക്കടി, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ, പറഞ്ഞേക്കാം. അവൾ കിടന്ന് കുതിർന്ന കണതും അവൻ പിടിച്ച് അവളുടെ കയ്യിൽ അവനൊന്നുകൂടെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവളെ നോക്കി മുരണ്ടു. അവൻ്റെ അഭാവം കണ്ടതും അവൾ പേരുടെ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. അതിന് ഒന്നമർത്തി മൂളിക്കൊണ്ട് അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു.